മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന സംഭവമാണ് നാം വായിക്കുന്നത്. എലിസബത്ത് ഗർഭിണിയാണ് എന്ന് പരിശുദ്ധ അമ്മ അറിയുന്നത് ദൈവദൂതൻ്റെ വാക്കുകളിൽ നിന്നുമാണ്. എലിസബത്ത് ഗർഭിണിയാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ തിടുക്കത്തിൽ അവളെ സന്ദർശിക്കുവാനും ശുശ്രൂഷിക്കുവാനുമായി പരിശുദ്ധ അമ്മ പുറപ്പെടുകയാണ്. എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം മറിയത്തിൻ്റെ സന്ദർശനം തികച്ചും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. അതുകൊണ്ടാണ് എലിസബത്ത് ചോദിക്കുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്ന്. അതൊരു വലിയ തിരിച്ചറിവ് കൂടിയാണ്. താൻ ഇന്നലെ വരെ കണ്ട മറിയമല്ല ഇന്ന് തൻ്റെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ മുൻപിൽ നിൽക്കുന്ന മറിയം ഇന്ന് കർത്താവിൻ്റെ അമ്മയാകാൻ പോകുന്ന സ്ത്രീയാണ് എന്ന തിരിച്ചറിവ് എലിസബത്തിനുണ്ടാകുന്നുണ്ട്. മറിയത്തിൻ്റെ സാന്നിധ്യം എലിസബത്തിന് മാത്രമല്ല, എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനും സന്തോഷം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് എലിസബത്ത് പറയുന്നത്, നിൻ്റെ അഭിവാദനം കേട്ട ഉടൻ എൻ്റെ ശിശു എൻ്റെ ഉദരത്തിൽ കുതിച്ചു ചാടി എന്ന്. വീണ്ടും എലിസബത്ത് പറയുന്നു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന്. അതിനൊരു പശ്ചാത്തലവും നമുക്കറിയാം. ദൈവദൂതൻ്റെ വാക്കുകൾ അവിശ്വസിച്ചതുകൊണ്ട് ഊമനായി തീർന്ന സക്കറിയാസിൻ്റെ ചിത്രം എലിസബത്തിൻ്റെ മനസ്സിലുണ്ട്. മറിയമാകട്ടെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പരിപൂർണമായി കീഴടങ്ങിക്കൊടുത്ത വ്യക്തിയാണ്. ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധികളെക്കുറിച്ചൊന്നും അമ്മ വ്യാകുലയാകുന്നില്ല. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് എന്ന ഉത്തമ ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ദൈവിക പദ്ധതിക്ക് വിധേയമായി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരാകുവിൻ, ഔദ്ധത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. പരിശുദ്ധ അമ്മ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് മാതൃകയാണ്. അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിരുന്നു. താൻ ദൈവമാതാവാകാൻ പോകുന്ന വ്യക്തിയാണ് എന്നറിഞ്ഞിട്ടുകൂടി എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മ മാതൃകയാകണം. ആത്മാവിനാൽ ജ്വലിക്കുന്നവരാകണം നമ്മൾ. എളിമയും സ്നേഹവും നിറഞ്ഞവരാകണം നമ്മൾ. അപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശു ജനിക്കുക. നാമൊക്കെ ബെത്ലഹമായി രൂപാന്തരപ്പെടണം. ബെത്ലഹമിലാണല്ലോ യേശു ജനിച്ചത്. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി പരിഗണിക്കണം. എലിസബത്ത് അതിനുള്ള ഉത്തമ മാതൃകയാണ്. തൻ്റെ ബന്ധുവായ മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന അംഗീകാര മുദ്ര വെച്ച് കൊടുക്കുവാൻ എലിസബത്ത് സന്നദ്ധയായത് ഈ ഒരു മനോഭാവം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ മനസ്സുകളിൽ സ്നേഹവും എളിമയും വളരുകയും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും അങ്ങനെ യേശുവിനെ സ്വീകരിക്കുവാനുള്ള അവസ്ഥ സംജാതമാക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.